ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാബ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി അരി വേവിക്കാനിട്ടു. 1 കിലോ അരിയാണ് ഇത്. ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതെല്ലാം കൂടെ ഈ ബോക്സ് പോലെ ഒരു സാധനം വാങ്ങിച്ചു. അതിനകത്ത് ഇട്ട് വെച്ചു. അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടില്ല. അത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത്. 1/4 ഭാഗം വെന്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നമുക്കിത് ഊറ്റി വയ്ക്കാം. ബിരിയാണിക്ക് ആവശ്യമുള്ള സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരു 10-12 എടുത്തിട്ടുണ്ട്. ഒരു 8 തക്കാളി എടുത്തിട്ടുണ്ട്. 12-13 കൊച്ചുള്ളിയാണ്, അതുകൊണ്ട് അത്രയും എടുത്തത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കാം. ഇനി ഇറച്ചി വയ്ക്കാം. അതിന് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. പകുതി സവാള ഇതിലിട്ടാൽ മതി, പകുതി വറുത്തിടാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി മുളകും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കി എടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതായിട്ട് വെന്ത് വഴണ്ട് വരണം. ഈർപ്പം ഒട്ടും കാണരുത്, എന്നാൽ ബിരിയാണി ചീത്തയാവും. നന്നായിട്ട് വേവിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ചതച്ച് വെച്ചതാണ്. കറിവേപ്പിലയും തെമ്പയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയ മുളകിൻ്റെ പൊടിയാണ്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഗരം മസാല 1 സ്പൂൺ ഇടാം. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം.
ഇറച്ചി ഇനി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചോറിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി. കുറച്ച് തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് തൈരുണ്ട്. പുളിക്കാത്ത തൈരാണിത്. അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ദം ചെയ്യാം. ചോറിട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ ഇറച്ചിയുടെ കൂട്ടിട്ടു. ഇനി അടുത്ത ചോറിടാം. കുറച്ച് ഇറച്ചി ഞാൻ മാറ്റി വെച്ചിരുന്നു, അതിട്ട് കൊടുക്കാം. അടുത്ത ലെയർ ചോറിടാം. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. സവാളയും വറുത്ത് വെച്ചിരുന്നു, അതും കൂടെ ചേർത്തു. ഇനി അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. ഇനി അടുത്ത സെറ്റ് ഇറച്ചി മാറ്റി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത സെറ്റ് ചോറിട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയറും കഴിഞ്ഞു. ഇനി കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ദം ചെയ്യാനായിട്ട് വെക്കാം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ദം ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം.